സാറേ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് തലവേദനയായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. പിന്നീട് അതിനെ നിരോധിച്ചു. കാരണം നിരോധിക്കാനുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വസ്ഥത കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുമായിരുന്നു. ആ നിരന്തര ആക്രമണങ്ങൾ, അതോടൊപ്പം തന്നെ ഭീകരപ്രവർത്തനങ്ങൾ. അവസാനം കേന്ദ്ര സർക്കാർ ഗതികെട്ട് ആ പ്രസ്ഥാനത്തെ നിരോധിച്ചു. ഇപ്പോൾ അത് പല രീതിയിലും വീണ്ടും തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അത് കോഴിക്കോട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ആ സംശയം പബ്ലിക്കായി പറഞ്ഞിരിക്കുകയാണ്. കാരണം MEC7 എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പോൾ പലയിടങ്ങളിലും യൂണിറ്റ് ഇട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് അതൊരു വ്യായാമ സംഘടന എന്നാണ്. പക്ഷെ പണ്ടും പോപ്പുലർ ഫ്രണ്ടും അങ്ങനെയാണ് പറയുന്നത്, വ്യായാമ സംഘടനയെന്ന്. പിന്നീട് നാം കണ്ടതായിരുന്നു കൊലപാതകത്തിന്റെ ഒരു പരമ്പര തന്നെ അവർ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ ശരിയാണ് അത് പറഞ്ഞത്. നമുക്ക് അല്പം പിന്നോട്ട് പോയാൽ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആഭിമുഖ്യത്തിൽ മറ്റു ചില എക്സർസൈസുകൾ, ഇതല്ല, വ്യായാമ മുറകൾ പണ്ട് നടത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് പട്ടിയെ വെട്ടിക്കൊല്ലുക, നായ്ക്കളെ, പാവപ്പെട്ട നായ്ക്കളെ വെട്ടിക്കൊല്ലുക. അപ്പോൾ കൊലപാതകത്തിനുള്ള പരിശീലനമായിരുന്നു അത്. നമ്മൾ തിരിച്ചറിഞ്ഞില്ല. അത് ഏറെക്കാലത്തിന് ശേഷമാണ് കൊലപാതക പരമ്പരകളും കൈവെട്ടും കാൽവെട്ടും ഒക്കെ വന്നപ്പോഴാണ് അതിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ കാൽവണ്ണ, ശരീരത്തിലെ ഏറ്റവും ദുർബലമായ കണ്ണിയാണ് കാൽവണ്ണ എന്ന് പറയുന്നത്. നമ്മുടെ ഉപ്പൂറ്റിക്ക് തൊട്ട് മുമ്പിലുള്ള ഭാഗം, എല്ലിൻ്റെ പ്രൊട്ടക്ഷൻ മിനിമമാണ്. ഇവിടെ ഈസി ആയിട്ട് വെട്ടിക്കളയാവുന്ന ഭാഗമാണ്. ബൈക്കിലിരുന്ന് പോകുമ്പോൾ തന്നെ ആ കാല് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാല് പോയി കഴിഞ്ഞു. പിന്നെ അവൻ ഹാൻഡിക്യാപ്ഡാണ്, ദിവ്യാംഗനാണ്, അങ്ങനെയായി തീരും. അങ്ങനത്തെ വ്യായാമങ്ങളൊക്കെ ധാരാളമായിട്ട് നടത്തിയിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ഒരു സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞാൽ ആ സംഘടനയുടെ പേര് മാത്രമേ നിരോധിക്കപ്പെടുന്നുള്ളൂ. സംഘടനയുടെ അണികൾ ഇപ്പോഴും ഉണ്ട്. അവർ വ്യാജമായ പല പേരുകളിൽ പല സംഘടനകളിൽ ചേക്കേറും. ഉദാഹരണത്തിന് PF-ൻ്റെ പല അണികളും അവർക്ക് ഏറ്റവും സുരക്ഷിതമായ താവളമായ കേരളത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ അവരുടെ താവളമായിട്ടുള്ള CPM-ൽ ചേക്കേറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരിൽ പലരും ഇപ്പോഴും വിചാരണകൾ നടത്തുന്നുണ്ട്. കോടതികൾക്ക് പുറത്തുള്ള വിചാരണകൾ, ശരീഅത്ത് മാതൃകയിലുള്ള വിചാരണകൾ തന്നെ നടത്തുന്നുണ്ട്. രഹസ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ, പാലക്കാട്ടും മറ്റും എന്നോടൊരു പത്രപ്രവർത്തകൻ പറഞ്ഞത്, വിദൂരമായ മലകളുടെ മുകളിലൊക്കെ വെച്ച് ഇതുപോലെയുള്ള വിചാരണകൾ നടത്തുകയും ശിക്ഷകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പത്രപ്രവർത്തകർക്ക് പോലും പേടിയാണ് അതിനെക്കുറിച്ച് പറയാൻ എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ പറയുമ്പോൾ എനിക്കെതിരെ എന്തെങ്കിലും അക്രമം ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. പോട്ടെ, ഇത്രയും പ്രായമൊക്കെ ആയതല്ലേ, നമുക്ക് പിന്നെ കുഴപ്പമില്ല. ചെറുപ്പക്കാർ മരിക്കും, തുറന്നു പറയാൻ തയ്യാറാകണ്ടേ? അതെ, തുറന്നു പറയാനുള്ള ധൈര്യം ആർക്കും ഇല്ല. ഇങ്ങനെയുള്ള സംഭവം ഞാനും കുറേ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, തുറന്നു പറഞ്ഞാൽ ജീവൻ അപകടം എന്നുള്ള സന്ദർഭങ്ങളിൽ പത്രപ്രവർത്തകർ പലപ്പോഴും പിൻവലിയാറുണ്ട്. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അവർ വളരെ ജാഗ്രത. ഇതിനത് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ പോയിട്ടുള്ള പരിപാടികളൊന്നും വേണ്ട എന്ന് തന്നെ തീരുമാനിക്കുന്ന ജേർണലിസ്റ്റുണ്ട്. കാശ്മീരിലും അത് തന്നെയാണല്ലോ. നമുക്കറിയാം, ക്രിസ് ഹാൻസ് എന്ന് പറയുന്ന പത്രപ്രവർത്തകനെ കഴുത്തറുത്താണ്. ഏറ്റവും ക്രൂരമായിട്ടാണ് അദ്ദേഹം പത്രപ്രവർത്തനം നടത്തിയുള്ളൂ. മുസ്ലിങ്ങൾക്കെതിരായിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുള്ളപ്പോൾ ഇത് പുറത്തു വരാൻ പേടിക്കും. ഉദാഹരണത്തിന് ഇതിന് മാതൃഭൂമി പത്രത്തിന് നേരെ ആക്രമണം നടത്തിയപ്പോൾ അതിന് മാതൃഭൂമിയുടെ നയം തന്നെ കരുതി മറ്റൊരു മാധ്യമമായിട്ട് അത് മാറുകയല്ലേ ചെയ്തത്. അല്ല, ഈ ആക്രമത്തെ എല്ലാത്തിനെയും അപലപിക്കുന്ന മാതൃഭൂമി അതിനെ അപലപിച്ച് എന്തെങ്കിലും ഒരു വാക്ക് എഴുതാൻ ധൈര്യപ്പെട്ടു? ഇല്ല. ഈ പേടി ഇപ്പോഴും മാതൃഭൂമിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ മാധ്യമവും തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. കേരളത്തിലെ ബുദ്ധിജീവികളുടെ ലേഖനം, ഞാനും എഴുതിയിട്ടുണ്ട് മാധ്യമത്തിൽ ലേഖനങ്ങളൊക്കെ. അതിൻ്റെ തനിനിറം മനസ്സിലാക്കിയത് പിൽക്കാലത്ത്, ഇപ്പോഴും മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ പലരും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഉണ്ട്. അതിൻ്റെ ജേർണലിസത്തെ, വേ ഓഫ് ദെയർ ജേർണലിസം, അത് അപകടകരമാണ് ഇന്ത്യക്ക് എന്നുള്ളത് ഉള്ള തിരിച്ചറിവില്ല. എങ്ങനെയെങ്കിലും ഇപ്പം ഭരിക്കുന്ന കക്ഷിയെ, BJP-യെ നശിപ്പിക്കണം എന്നുള്ള ഒരു ലാക്കി. നമ്മുടെ രാജ്യം എന്നുള്ളതല്ല, രാജ്യം നശിച്ചാലും വേണ്ടുമില്ല, ആങ്ങള മരിച്ചാലും വേണ്ടുമില്ല, നാത്തുവിൻ്റെ കണ്ണുനീര് കണ്ടാൽ മതി എന്നുള്ള ഒരു നയമുള്ള കോൺഗ്രസിലെ ചില നേതാക്കൾ പോലെയുള്ള ആൾക്കാരുണ്ട്. സോറോസിൻ്റെ പണം കൊണ്ടായാലും അദാനിയെ ഒന്ന് നശിപ്പിച്ച് ഇന്ത്യയെ ഒന്ന് നശിപ്പിച്ചാലും വേണ്ടില്ല, മോദിയുടെ കണ്ണീര് കാണണം എന്നുള്ള വളരെ സങ്കുചിതമായ കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങളെ കാണുന്ന ആൾക്കാരുടെ ബാഹുല്യം. പക്ഷേ ഇതിപ്പോൾ മെക്കെന്ന് പറയുന്നത് അതിൻ്റെ പേര് മാത്രമാണ് എനിക്ക് ദുരൂഹമായിട്ട്. M-ലാണ് തുടങ്ങുന്നത്, അത് മാത്രമേ ഉള്ളൂ അതിൽ കുഴപ്പമായിട്ട് ഞാൻ കാണുന്നത്.
എക്സർസൈസ് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് ഇതിൽ ധ്യാനമുണ്ട്, യോഗയുണ്ടെന്നൊക്കെയാണ്. ഈ ധ്യാനത്തെയും യോഗത്തെയും വിളക്ക് കത്തിക്കുന്നതിന് ഏറ്റവും എതിർക്കുന്ന ഒരു പ്രസ്ഥാനം താങ്കൾ ഈ പറഞ്ഞ PF ഒക്കെ തന്നെയായിരുന്നു. അവരുടെ തത്വശാസ്ത്രത്തിനും വിശ്വാസങ്ങൾക്കും എതിരാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ പറയുന്ന പോലെ നേരായിട്ട് തന്നെ അങ്ങ് പറയുക. അതിനെതിരാണ് അവർ ഈ കൊലപാതകം നടത്തുന്നത് പോലും കാഫിറുകൾ എന്ന് പറയുന്നത് അവരുടെ സമുദായ വിശ്വാസങ്ങൾക്ക് നിരക്കുന്ന ഒന്നല്ല. എല്ലാവരും വിശ്വാസികളാവണം, ഞങ്ങളുടെ ദൈവം മാത്രമാണ് സത്യമായിട്ടുള്ളത്, ബാക്കിയുള്ളത് അസത്യമാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ്. അതുപോലെ ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ വീരസ്വർഗം പ്രാപിക്കാം, സ്വർഗത്ത് പോകാൻ പറ്റും എന്നൊക്കെയുള്ള വിശ്വാസങ്ങളാണ് അവരെ നയിക്കുന്നത്. ഈ തെറ്റായ വിശ്വാസങ്ങളുടെ ഒരു പാതയാണ് അവർ വാസ്തവത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവരെയും കൊല്ലണമെന്ന് വിചാരിച്ചൊന്നുമല്ല. പക്ഷേ അവരുടെ ഈ പാൻ ഇസ്ലാമിക് രാഷ്ട്രം സൃഷ്ടിക്കുക എന്നുള്ളതിന് വിഘാതമായി നിൽക്കുന്ന ആൾക്കാരെ ഇല്ലാതാക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വർഗ ഉന്മൂലന സിദ്ധാന്തം പോലെ തന്നെ സോഷ്യലിസത്തിന് അല്ലെങ്കിൽ സാർവത്രികമായിട്ടുള്ള ആ സമത്വത്തിന്, സമഷ്ടിക്ക്, അങ്ങനെയുള്ള സമഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന ആൾക്കാരെ ഗൂഢതന്ത്രം കൊണ്ടോ നേരിട്ടുള്ള ആക്രമം കൊണ്ടോ ഇല്ലാതാക്കുക. അതാണ് മണിയും പറഞ്ഞത്, അടിക്കണമെങ്കിൽ അടിക്കുക എന്നുള്ളത്. അത് അക്രമത്തിന് എതിരൊന്നുമല്ല CPM, അഹിംസയിൽ വിശ്വസിക്കുന്ന കക്ഷിയും അല്ലതാണ്. അപ്പോൾ ആ തനി നിറം ഇവിടെയും പുറത്തു വന്നിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ഈ മെക്കിൽ ഞാൻ കാണുന്ന ഒരു ഗുണം, എല്ലാ മതത്തിലും പെട്ട ആൾക്കാർ അതിലുണ്ട്. യോഗയുണ്ട്, അതുപോലെ തന്നെ ധ്യാനമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് മനസ്സിന് നല്ലതാണ്. കുറേ പേരെങ്കിലും നല്ലതാവുന്നെങ്കിൽ നല്ലതാവട്ടെ. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനപരിവർത്തനം വരും. മതപരിവർത്തനമല്ല, മനപരിവർത്തനം. അക്രമത്തിനെതിരാവും. ശരിയായ രീതി പഠിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. യോഗയ്ക്കും ധ്യാനത്തിനുമൊക്കെ PF എന്നും എതിരായിരുന്നു. കാരണം അത് ഹിന്ദുമതത്തിൻ്റെ എന്തോ തത്വശാസ്ത്രമാണ്. പതഞ്ജലി യോഗസൂത്രത്തിൽ ഒരിടത്തും ഹിന്ദുമതം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ, ഇഷ്ടദേവതയെ, നിങ്ങൾക്ക് ആണെങ്കിൽ അള്ളാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ ശ്രീരാമനെ മാത്രം പ്രാർത്ഥിക്കണമെന്ന് അതൊരിടത്തും അവകാശപ്പെട്ടതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒന്നാണ് സാർവത്രിക. അത് അങ്ങനെ തന്നെ പഠിപ്പിക്കാമായിരുന്നു. മെക്കെന്നുള്ള പേര് അതിന് വേണ്ട, മെക്കിട്ട് കയറാൻ പോകണ്ട. പക്ഷെ മെക്കെന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഒരു സൂചനയാണ്. മുസ്ലിം എഡ്യൂക്കേഷൻ, MEK അല്ല MEC ആണ് വരുന്നത്, അല്ലെങ്കിൽ മെൻ്റൽ എഡ്യൂക്കേഷൻ ഫോർ കേരള എന്ന് നമുക്ക് വ്യാഖ്യാനം. അതോടൊപ്പം തന്നെ അവർ എങ്ങനെയെങ്കിലും തിരിച്ചു വരാനുള്ള ശ്രമം എന്തായാലും നടത്തില്ലേ? കാരണം എത്ര നാളെ ഒരു പ്രസ്ഥാനത്തിൽ അണികൾക്ക് മറ്റു പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അവർ ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കി. സംശയം എന്താ, ഇസ്ലാമിസ്റ്റുകൾ എപ്പോഴും തിരിച്ചു വരും. കാരണം പണ്ട് NDF ആയിരുന്നല്ലേ, NDF സിമി പ്രവർത്തകരായിരുന്നല്ലോ, പിന്നീട് SDPയും പോപ്പുലർ ഫണ്ടുമായി. അങ്ങനെയല്ല, ലോക ആഗോള ഇസ്ലാമിസ്റ്റ് ചരിത്രം നോക്കിയാലും അങ്ങനെ തന്നെ കാണാൻ കഴിയും. ഇതാ നോക്കൂ, സിറിയയിൽ കണ്ടില്ലേ, അവർ റിബലുകളായിട്ടിരുന്നവരിപ്പോൾ അവിടെ രാജാക്കന്മാരാണ്, ഭരണാധികാരികളാണ്. തെരുവിലിറങ്ങി ആനന്ദ നൃത്തം ചെയ്യാനാണ് അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള അൽ ജലീൽ പറഞ്ഞിരിക്കുന്നത്. അൽ എന്ന് പറയുന്ന അള്ള എന്നുള്ളതാണ് അവരുടെ വിശ്വാസം അനുസരിച്ച്. എല്ലാ സ്ഥാപനങ്ങൾക്ക് പിന്നിലും ഈ അൽ എന്നുള്ള വാക്ക് അവർ ചേർക്കാറുണ്ട്. അതുകൊണ്ട് അതവരുടെ മതവിശ്വാസം, അപകടകരമല്ലാത്ത വിശ്വാസം. അതിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പോക്കെന്ന് കണ്ടറിയണം. തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ ISഉം ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടു, നമ്മുടെ അയൽപക്കമായ അഫ്ഗാനിസ്ഥാനിൽ അവർ തിരിച്ചു വന്നിട്ടില്ലേ. തമ്മിൽ കൊല ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഹക്കാനി ഗ്രൂപ്പിൽപ്പെട്ട മന്ത്രിയെ കൊന്നു. ആ കൊലപാതകം നമ്മുടെ ഇരുണ്ട നൂറ്റാണ്ടുകളിലെ ഗോത്ര കലാപം പോലെ, ഗോത്രങ്ങൾ തമ്മിലടിച്ച് മരിച്ചിരുന്നത് പോലെ ഇപ്പോഴും അതോടൊപ്പം നാം സുരക്ഷിതരാണെന്ന് നാം അവകാശപ്പെടുന്നവരാണ് കേരളീയർ. പക്ഷെ എല്ലാ സംഭവങ്ങളുടെയും ഒരു അവസാനം തേടി അന്വേഷിച്ചു വരുമ്പോൾ കേരളം അതിൻ്റെ ഒരു ഭാഗമായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ചിലപ്പോൾ ഈ മെക്ക് തന്നെ I7 ഇനി വളർന്ന് ഇന്ത്യയിൽ ആകമാനം വ്യാപിക്കുമോ? ശരിയായിട്ടും പോപ്പുലേഷൻ, മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്. അവർ സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസപരമായി മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തീവ്ര പ്രസ്ഥാനങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. പോപ്പുലർ ഫണ്ടിന്റെ എല്ലാം കേന്ദ്രം ഒരു കാലത്ത് കേരളമായിരുന്നല്ലോ. ഒരിക്കലും വരാൻ പോകുന്നില്ല, മോദിയുടെ കീഴിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് മോദിയുടെ ഈ നയം. മോദി ഉണ്ടെങ്കിലും സംസ്ഥാന ഭരണം നടത്തുന്നത് മറ്റൊരു കാര്യമില്ല. ജനറലായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുന്നേറ്റം മറ്റേത് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്നതിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോദിയുടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ വലിയ മുന്നേറ്റം അവർ വിദ്യാഭ്യാസപരമായിട്ട്, അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട്, വ്യവസായങ്ങളിലെ ഒക്കെ അവരിപ്പോൾ ഒരു പിന്നാക്ക സമുദായമല്ല. ഹിന്ദുക്കളെക്കാൾ ധാരാളമായിട്ട്, ഞാൻ മതപരമായിട്ട് വർഗീയമായിട്ട് പറയുകയല്ല, വളരെ പ്രബലമായിട്ടുള്ളൊരു സമുദായമായിട്ട് ശക്തി ആർജിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വരുമ്പോൾ എന്താ താല്പര്യം?
മത താല്പര്യമല്ല. അറബ് രാജ്യങ്ങൾക്ക് എന്താ താല്പര്യം? മത താല്പര്യമാണോ ഉള്ളത്? അവർക്ക് സാമ്പത്തിക താല്പര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയോട് ഉറച്ച ഐക്യം അവർ പുലർത്തുന്നത്. ഇന്ത്യ അവരുടെ വലിയൊരു മാർക്കറ്റും പാർട്ട്ണറുമാണ്. സമഗ്ര സാമ്പത്തിക കരാർ. അതുകൊണ്ടാണ് ഏറ്റവും ഉയർന്ന ബഹുമതി അബുദാബി നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുള്ളത്. ആ ബന്ധം ഇപ്പോഴും തുടരുക. അവിടുത്തെ ഉപപ്രധാനമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് ചർച്ച നടത്തിയിരിക്കുക. അപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങളാണ് ഇനി വികസിച്ചു വരുന്ന, വിദ്യാഭ്യാസം നേടി മുന്നോട്ട് വരുന്ന, സമുന്നതി നേടി പുരോഗതിയിലേക്ക് വരുന്ന മുസ്ലിങ്ങളുടെ താല്പര്യം. ഈ വർഗീയത എന്ന് പറയുന്നത് വിദ്യാഭ്യാസം സിദ്ധിക്കാത്ത, അവിടെ നോക്കൂ, റിബൽസ് നോക്കൂ, റിബൽസിൽ നേതാക്കൾ ചിലപ്പോൾ വിദ്യാഭ്യാസം സിദ്ധിച്ചിരിക്കും. പക്ഷേ അണികളെല്ലാം പാവപ്പെട്ട നിരക്ഷരരായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് ഇവിടെ എല്ലാം. രാജ്യങ്ങളിലല്ല, ബുദ്ധിജീവികളൊന്നുമല്ല. ബുദ്ധിജീവികൾ നേതൃത്വം കൊടുത്താലും അണികൾ എപ്പോഴും പാവമാണ്. ഇന്ത്യയിൽ, കേരളത്തിലും അതല്ല. മലപ്പുറം ജില്ലയാണെന്ന് വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്നത്. അഭിമാനപൂർവ്വം ഇന്ത്യക്ക് അവർക്കും നൽകുന്നതാണത്. വിദ്യാഭ്യാസപരമായിട്ട് ഏത് കാര്യം, പത്രപ്രവർത്തന രംഗത്ത് ഒക്കെ മുസ്ലിങ്ങളുടെ മുൻകൈയുണ്ട് ഇന്ത്യയിൽ. സാഹിത്യത്തിൽ, സിനിമയിൽ ആ മുൻകൈ ഉണ്ടല്ലോ. ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ ഇസ്ലാമിക വർഗീയതയുടെ, പാൻ ഇസ്ലാമിൻ്റെ കൂമ്പ് അതടയ്ക്കും. അതാണ് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്ക്. ഒരു തരത്തിലുള്ള വർഗീയത ഉണ്ടാകാതെ വികസനത്തിൽ അധിഷ്ഠിതമായ ട്രാൻസ്ഫോംഡ് ഇന്ത്യയായിരിക്കും. ഒരു വർഗീയതയ്ക്കും വിലയില്ലാത്ത, എന്നാൽ എല്ലാ മതങ്ങളെയും സംരക്ഷിക്കുന്ന, പ്രീണനമില്ലാത്ത ഒരു ട്രാൻസ്ഫോർമേഷനിലേക്കാണ് മോദി ഇന്ത്യ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും.